എല്ലാവർക്കും നമസ്തേ. ദക്ഷ സൗണ്ട് ഹീലിംഗ് സ്റ്റുഡിയോയിലേക്ക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു സൗണ്ട് ഹീലറാണ്. എൻ്റെ പേര് രാജേഷ് എന്നാണ്. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ മനസ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ചാനലുകളിലും കാര്യങ്ങളിലൊക്കെ ഈ മനസ്സിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം. എന്നിരുന്നാലും ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എല്ലാ മനുഷ്യരും ഈ ലോകത്ത് പണത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയൊക്കെയായി ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെയായി അലഞ്ഞു നടക്കുകയും ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് വേണം, എന്ത് ചെയ്യണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഈ പ്രകൃതിയിൽ എന്താണ് ആവശ്യം അത് എല്ലാം നമ്മുടെ അകത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ആ ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് മറുപടി തരാം നിങ്ങൾക്ക്. അതായത് നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ചിന്തകളാണ്. ഓക്കെ, ഈ മനസ്സ്, അതിനെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ അതിന് ഫിസിക്കലായിട്ട് ഒരു രൂപമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒരു കൂട്ടം ചിന്തകളാണ് നമ്മുടെ മനസ്സ്. ഈ ചിന്തകളിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവുന്നത്. ഓക്കെ, എല്ലാ ആളുകൾക്കും അറിയാം, നമുക്കൊരു ശരീരവും ഒരു മനസ്സും ഒരു ആത്മാവുമായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു ഊർജ്ജമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ശരീരം, നമ്മൾ ഫിസിക്കൽ ബോഡി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടം ചിന്തകളാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. ഈ മനസ്സിനെ പല ശാസ്ത്രജ്ഞന്മാരും പല കാലഘട്ടങ്ങളായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഒരു കോൺഷ്യസ് മൈൻഡ് എന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളുടെ ഈ ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഈ കോൺഷ്യസ് മൈൻഡിനുള്ളിൽ പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ശക്തികളുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ എന്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിച്ചാലും അത് നമുക്ക് തിരിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ ഈ സമൂഹത്തിൽ, അതായത് നമ്മളറിയാവുന്ന ഒരുപാട് മഹാന്മാരായ വ്യക്തികൾ, ഒരുപാട് മഹത്വമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതായത് കാലാകാലങ്ങളായിട്ട്, ഇന്നും ഇന്നലെയല്ല, ഒരുപാട് നാളുകളായിട്ട് ഇവിടെ ജീവിച്ചു കഴിഞ്ഞു പോകുന്നവരും ഇവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എങ്ങനെ ഈ മഹാന്മാരായി, അവരെങ്ങനെ ഇതൊക്കെ നേടിയെടുത്തു എന്നുള്ളതിന് വ്യക്തമായ ഒരു ആൻസറാണ് അവർ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയാനും അതിൻ്റെ പവർഫുള്ള് റിലീസ് ചെയ്യാനും കഴിഞ്ഞതാണ് അവർക്കുള്ള ഏറ്റവും വലിയൊരു കഴിവ്. അത് നമ്മൾക്കും ചെയ്യാം, നമുക്കും ആവാം, ചെയ്യാവുന്ന കാര്യങ്ങളാണുള്ളത്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയുകയും അതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പവറിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും ഇതുപോലെ തന്നെ ഒരു മഹാന്മാരായി മാറാനായിട്ട് സാധിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ തിരിച്ചറിയുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് അറിയണം, അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ഓരോരോ മാറ്റങ്ങളും ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടും വളരെയധികം സമാധാനത്തോടും കൂടി നമുക്ക് ജീവിക്കാനും സാധിക്കും. ഓക്കെ,
നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പല വിധ കാര്യങ്ങളാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഒരു പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നു, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ഒരുപാട് ഡൗട്ടുകളും ചിന്തകളുമായിട്ടാണ് ജീവിച്ചു വരുന്നത്. ഓക്കെ, ഇതെല്ലാം എവിടെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇരിക്കണമെന്ന് അറിയാമോ? നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ്. ഓക്കെ, ഈ പുറത്ത് ആയിട്ട് ഒന്നുമില്ല. പണം വേണം അല്ലെങ്കിൽ പണത്തിന് ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ഓക്കെ, ആ മനസ്സിലുണ്ടാവുന്ന ആ ചിന്തകളിൽ ഉണ്ടാവുന്ന അപാകതകൾ കൊണ്ടാണ് നമുക്ക് പണം ഇല്ലാതാവുന്നതും. അതല്ലെങ്കിൽ ആ അപാകത നികത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പണം ഉണ്ടാവുന്നത്. ഓക്കെ, പണത്തിനൊരു പ്രത്യേകതയുണ്ട്, അറിയാവോ നിങ്ങൾക്ക്? അതായത് പണം മാത്രമല്ല, ഈ ലോകത്തുള്ള എന്ത് സാധനത്തെയും നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പൊട്ടയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അപലപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അടുത്ത് വരില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് പറന്നു പോകും. അതാണ് ഈ പണത്തിന് മുതൽ എല്ലാ സാധനവും, ഒരു റിലേഷൻ ആയാലും എന്ത് തന്നെയായാലും. എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, അതായത് ഭാര്യ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ, ഭക്ഷണം വയ്ക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നിരുന്നാലും അവരായിട്ടുള്ള ഒരു ബന്ധം, അതായത് ഈ ഭാര്യ ഭർത്താവായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഒരു എന്താ പറയുക, ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവരെ കൊണ്ട് കഴിയില്ല അതൊന്നും. ഓക്കെ, അതായത് എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ ഒരു 90% കാര്യങ്ങളും ഓക്കെയാണ് ഇയാൾക്ക്. ബട്ട് ആ ഒരു 10% ആൾ പറയുന്നത് അവർക്ക് കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു കാര്യം സാധിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രം അവരുടെ ആ റിലേഷൻ ക്ലിയർ ആവില്ല. ഇതുപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, പണത്തെക്കുറിച്ച് ഒരിക്കലും ഒട്ടയായിട്ട് വായിൽ നിന്നൊരു വാക്ക് പോലും പുറത്തേക്ക് പോകരുത്. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നമസ്തേ.